السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله وبه نستعين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. ثم أما بعد. സഹോദരന്മാരെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശാരീരിക വിശേഷണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ വർണ്ണനകളും വിശേഷങ്ങളും സഹാബികൾ സൂക്ഷ്മമായി വീക്ഷിച്ച് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല സഹാബികളിൽ നിന്നും തിരുനബിയുടെ ആകാരത്തെക്കുറിച്ചും ശാരീരിക സവിശേഷതകളെക്കുറിച്ചും പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിശേഷണങ്ങൾ വന്നിട്ടുള്ളത് 3 പേരിൽ നിന്നാണ്. ഒന്ന് അലി ഇബ്നു അബി താലിബ്, മറ്റൊന്ന് ഹിന്ദ് ഇബ്നു അബി ഹാല, മൂന്നാമത്തേത് ഉമ്മു മഅബദ് അൽ ഖുസാഇയ്യ. ഈ 3 പേരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതലായി വർണ്ണിക്കുകയും വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ അലി ഇബ്നു അബി താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴലെന്ന പോലെ തിരുനബിയോടൊത്ത് ജീവിച്ച ആളാണ്. രണ്ടാമത്തെ വ്യക്തി ഹിന്ദ് ഇബ്നു അബി ഹാലയാണ്. ഹിന്ദ് ഇബ്നു അബി ഹാല, അബു ഹാലയുടെ മകൻ ഹിന്ദാണ്. ഈ ഹിന്ദിന്റെ പ്രത്യേകത, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ നബിയുടെ പൗത്രന്മാരായ ഹസൻ, ഹുസൈൻ എന്നിവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ തിരുനബിയുടെ വിയോഗാനന്തരം ഹിന്ദ് ഇബ്നു അബി ഹാലയോട് ചോദിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചു തരാൻ. അപ്പോൾ അബു ഹാലയുടെ മകൻ ഹിന്ദ്, അദ്ദേഹം ഹസൻ, ഹുസൈൻ എന്നിവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അമ്മാവന്റെ സ്ഥാനത്ത് വരും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിറക്കാ മകൻ എന്ന് പറയില്ലേ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ, അവരെ കല്യാണം കഴിച്ചിരുന്നത് അബൂഹാലയാണ്. ആ അബൂഹാലയിൽ ഖദീജക്കുണ്ടായ കുട്ടിയാണ് ഹിന്ദ്. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്ക് കാണുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദ് എന്ന വ്യക്തി, അദ്ദേഹം പെണ്ണല്ല, ആണാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിച്ചത് ചരിത്രത്തിൽ പ്രാധാന്യപൂർവ്വം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അശമായിൽ എന്ന തുർമുദിയുടെ കിതാബിൽ ഹിന്ദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ പ്രസിദ്ധമായ റിപ്പോർട്ട് ദുർബലാണ്. പക്ഷേ ആ പ്രസിദ്ധമായ റിപ്പോർട്ടിന്റെ പല ഭാഗങ്ങളും സഹിയായി വന്ന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പിന്നെ റസൂലുള്ളാഹിയെ വർണ്ണിച്ചത് ഉമ്മു മഅബദ് എന്ന് പറയുന്ന ഒരു മഹദിയാണ്. അവർ ഖുസാ ഗോത്രക്കാരിയാണ്. ഈ ഉമ്മു മഅബദ് റസൂലുള്ളാഹിയെ കണ്ടതും റസൂലുള്ളാഹിയെ നിരീക്ഷിച്ചതും റസൂലുള്ളാഹിന്റെ ഹിജ്റ വേളയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോടൊത്തുള്ള മദീന ഹിജ്റയിൽ ഉമ്മു മഅബദിന്റെ 2 ഖൈമകൾക്ക് അരികിലൂടെ നടന്നുപോയി. ഉമ്മു മഅബദിന് മദീനയുടെയും മക്കയുടെയും ഇടയിൽ 2 ടെന്റുകൾ ഉണ്ടായിരുന്നു, ഖൈമകൾ. ഈ ഖൈമകൾക്കടുത്തുകൂടെയാണ് റസൂലുള്ളാഹിന്റെ ഹിജ്റ. അപ്പൊ അബൂബക്കർ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം. അതേപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇടയനായ ആമിർ ഇബ്നു ഫുഹൈറയുണ്ട്. ഇവർക്ക് മദീനയിലേക്ക് വഴികാട്ടിയായ അബ്ദുള്ള ഇബ്നു ഉറൈഖീത്തും ഉണ്ട്. അബ്ദുള്ള ഇബ്നു ഉറൈഖീത്ത് വഴികാട്ടിയാണ്. അയാൾ കാഫിറാണ്, അമുസ്ലിമാണ്. പക്ഷെ അയാൾക്ക് മരുഭൂ വഴി അറിയുന്നത് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അബൂബക്കറിനും ഉള്ള ഗൈഡാണ് അയാൾ. ഇങ്ങനെ ഈ 4 പേരാണ് ഉമ്മു മഅബദിന്റെ ഖൈമക്കരികിലൂടെ, ടെന്റിനരികിലൂടെ പോകുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മു മഅബദിനെ സന്ദർശിച്ചു. എന്തിന്? ഭക്ഷണവും പാനീയവും ചോദിച്ചിട്ടാണ് സന്ദർശിച്ചത്. ആ സമയം ഉമ്മു മഅബദ് റസൂലുള്ളാഹിയെ നിരീക്ഷിച്ച് പറഞ്ഞതാണ് ഉമ്മു മഅബദിന്റെ വർണ്ണന.
ഉമ്മു മഅബദിനോട് റസൂലുള്ളാഹി ചോദിച്ചു, ഉമ്മു മഅബദ്, കുടിക്കാൻ പാലുണ്ടോ, കഴിക്കാൻ തമ്രുണ്ടോ, അത് വിലക്ക് വാങ്ങാനാണ് ചോദിച്ചത്. അപ്പൊ ഉമ്മു മഅബദ് പറഞ്ഞു, ഞങ്ങള് വീട്ടിൽ വിഭവങ്ങളൊന്നും ഇല്ലാത്ത സാധുക്കളാണ്, ഒന്നുമില്ലായിരുന്നു. അപ്പൊ ആടുണ്ടോ എങ്കിൽ ഞങ്ങൾ ആടിനെ കറന്ന് പാല് കുടിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആടിനൊക്കെ മേക്കാൻ കൊണ്ടേക്കാണ്, ആടുകളില്ല. അപ്പൊ വീട്ടിന്റെ സൈഡില് ഒരു മെലിഞ്ഞൊട്ടിയ ഒരു ഉണങ്ങിയ ആടുണ്ട്. അതെന്താന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അത് ക്ഷീണിച്ച് അവശയാണ്, രോഗിയാണ്, അതുകൊണ്ട് തന്നെ ആട്ടിൻപറ്റത്തിന്റെ കൂടെ പോകാൻ പറ്റൂല, അതുകൊണ്ട് അതിനവിടെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മു മഅബദിനോട് റസൂലുള്ളാഹി ചോദിച്ചെങ്കിൽ ആ ആടിനെ തരാൻ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ വാങ്ങി അതിന്റെ തടവി, അങ്ങനെ അത് നന്നായി പാല് ചുരത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കൈകൊണ്ട് പാല് കറന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു കുടിപ്പിച്ച്, കൂടെയുള്ളവരെ കുടിപ്പിച്ച്, ഉമ്മു മഅബദിനെ തന്നെയും കുടിപ്പിച്ച്, പാല് കുടിപ്പിച്ച്. അങ്ങനെ പിന്നെ കൊണ്ടുപോകാനുള്ള പാലും കറന്നെടുത്ത് ആ വീട്ടുകാർക്കും പാല്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്തായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തുടർന്ന് ഉമ്മു മഅബദിന്റെ ആ ഖൈമയിൽ നിന്ന്. പിന്നീടാണ് അബൂ മഅബദ് വരുന്നത്, ഭർത്താവ് വരുന്നത്, ഉമ്മു മഅബദിന്റെ ഭർത്താവ്. അവർ വന്നപ്പോ ആരാണ് വന്നത് എന്ന് ചോദിച്ചപ്പോ ഉമ്മു മഅബദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്. ആരാണ് വന്നത്, ആ വന്ന വ്യക്തിയുടെ ലക്ഷണം എന്താണ്, അതാണ് പ്രസിദ്ധമായ റസൂലുള്ളാഹിന്റെ വർണ്ണനയിലുള്ള റിപ്പോർട്ട്. ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് ഈ ഉമ്മു മഅബദിന്റെ റിപ്പോർട്ടാണ്. അലി റളിയല്ലാഹു അൻഹു വർണ്ണിച്ചതുണ്ട്, ഹിന്ദ് ബിനു അബീ ഹാലയും വർണ്ണിച്ചതുണ്ട്. പക്ഷെ അതിലുള്ള പല പ്രയോഗങ്ങളും പിന്നീട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിൽ പറയാത്തത് പിന്നീട് മനസ്സിലാക്കാം. ഹിന്ദ് ഉമ്മു മഅബദ് പറയാണ്, റഅയ്തു റജുലൻ മാഹിറൽ വദാഅ അബ്ലജൽ വജ്ഹ്, സുന്ദരമായ മുഖകാന്തിയുള്ള പ്രശോഭിതനായ ഒരു വ്യക്തിയെയാണ് ഞാൻ കണ്ടത്. ഉമ്മു മഅബദ് റസൂലുള്ളാഹിനെ കുറിച്ച് പറയാണ്. ലം തഇബുഹു സുജ്ലത്തുൻ വലം തുസിർ ബിഹി സുഖ്ലത്തുൻ വസീമുൻ ഖസീം, നല്ല തടിച്ചു വീർത്ത ആളല്ല, പറ്റ മെലിഞ്ഞൊട്ടിയ ആളുമല്ല, സുന്ദരമായ ആകാരകാന്തിയുള്ള വ്യക്തിയാണ്. ഫി ഐനൈഹി ദഅജുൻ, കണ്ണിൽ രണ്ടും അതിലെ കൃഷ്ണമണി നല്ല കറുത്ത കൃഷ്ണമണിയാണ്. വഫി അശ്ഫാരിഹി വതഫുൻ, കൺപുരികങ്ങൾ നീണ്ടതാണ്, കൺപുരികങ്ങൾ നീണ്ടതാണ്. ചില റിപ്പോർട്ടിൽ അത് നീണ്ടു വളഞ്ഞതാണ് എന്നുണ്ട്. കൺപുരികങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺപുരികങ്ങൾ. വഫി സൗതിഹി സഹലുൻ, ശബ്ദം ഇമ്പമാർന്നതാണ്, കടുത്തതല്ല. വഫി ഉനുഖിഹി സതഹുൻ, പെരടി നീണ്ടതാണ്, പെരടി നീണ്ടതാണ്. ചില റിപ്പോർട്ടുകളിൽ ആനക്കൊമ്പിനാൽ കടഞ്ഞെടുത്ത പോലെ മയമുള്ളതും തിളക്കമുള്ളതുമാണ് കഴുത്ത് എന്നാണ് ഉള്ളത്. വഫി ലിഹിയതിഹി കസാസത്തുൻ, താടി തിങ്ങിയ താടിയാണ്. അസജുൻ അഖ്റൻ, അസജ് എന്ന് പറഞ്ഞാൽ നേർത്തു നീണ്ട കൺപുരികം, നേർത്തു നീണ്ട കൺപുരികം. അഖ്റൻ എന്നാണ് ഇതിൽ പറഞ്ഞത്. ഈ അഖ്റൻ എന്നുള്ളതിനെ പണ്ഡിതന്മാര് നിരൂപിച്ചിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ കൺപുരികം, അഖ്റൻ എന്ന് പറഞ്ഞാൽ പുരികങ്ങൾ രണ്ടും കൂട്ടിമുട്ടിയതാണ് നെറ്റിയിൽ. റസൂലുള്ളാഹിന്റെ പുരികം കൂട്ടിമുട്ടിയിരുന്നില്ല. ഹിന്ദ് ബിൻ അബീ ഹാലയുടെ റിപ്പോർട്ടിൽ ഗൈറു ഖർൻ എന്നാണ്, എന്ന് പറഞ്ഞാൽ പുരികം നീണ്ട് നേർത്തതാണ്, അത് ഇവിടെ കൂട്ടിമുട്ടിയിട്ടില്ല. ആ റിപ്പോർട്ടുകളാണ് കൂടുതലുള്ളത്. അപ്പൊ റസൂലുള്ളാഹിന്റെ കൺപുരികം കണ്ണുകൾക്കിടയിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ നീണ്ടു നേർത്ത കൺപുരികമായിരുന്നു. ഇൻ സമത ഫഅലൈഹിൽ വഖാർ, മൗനം ദീക്ഷിച്ചു നിൽക്കുമ്പോൾ നല്ല ഗാംഭീര്യമുള്ളവനാണ്. വഇൻ തകല്ലമ സമാഹു അലാഹുൽ ബഹ, സംസാരിക്കുകയാണ് എങ്കിൽ പ്രശോഭിതമാണ്. അജ്മലുന്നാസി വഅബ്ഹാഹു മിൻ ബഈദ്, വിദൂരതയിൽ നിന്ന് നോക്കിയാൽ വളരെ സുന്ദരനാണ്. വഅഹ്ലാഹു വഅഹ്സനുഹു മിൻ ഖരീബ്,
അടുത്തു നിന്നാണ് എങ്കിൽ ഏറെ ഹൃദ്യനും സുമുഖനുമാണ്, അതേപോലെ സുന്ദരനുമാണ്. അതായത് അടുത്തു നിന്ന് പെരുമാറിയാൽ ഏറെ ഹൃദ്യനാണ്, വിദൂരത്തു നിന്നാണെങ്കിലോ സുന്ദരനും ഗാംഭീര്യമുള്ളവനുമാണ്. ഹുലുഹുൽ മന്തിഖ്, സുഭാഷിയാണ്, നല്ല സംസാരം. ഫസ്ലുൻ, മിതഗാത്രനാണ്. ലാ നസ്റുൻ വലാ ഹദർ, വേണ്ടാത്ത സംസാരങ്ങൾ നടത്തി വായാടിയല്ല, എന്നാൽ സംസാരിക്കാതെ പിശുക്കനുമല്ല. പിന്നെ ഫസ്ലുൻ, മിതഭാഷിയാണ്. കഅന്ന മന്തിഖുഹു ഖറസാതു നളമിൻ യതഹദ്ദർന, സംസാരിക്കുമ്പോൾ മുത്തുമണികൾ ഉതിർന്നു വീഴുന്നത് പോലുള്ള ഒരു പ്രതീതിയാണ്. അതേപോലെ റബഅത്തുൻ ലാ ബഅസ മിൻ തൂലിൻ വലാ തഖ്തഹിമുഹു ഐനുൻ മിൻ ഖസ്ർ, നീളം കൂടി, അതായത് നീളം കൂടിയ വ്യക്തിയല്ല, നീളമുള്ള ആളാണ്, പക്ഷെ നീളം കൂടിയിട്ടുള്ള മോശത്തരല്ല. അതേപോലെ തന്നെ ഷോർട്ടും അല്ല, കുറിയ ആളും അല്ല, ഒത്ത മനുഷ്യനാണ്. റബഅത്തുൻ, ഒത്ത മനുഷ്യനാണ്. ഫഹുവ അൻദറു സലാസതി മൻദറൻ, ഉമ്മു മഅബദ് പറയാണ്, 3 പേരുണ്ട്. അബൂബക്കർ ഉണ്ട്, പിന്നെ ആമിർ ബിൻ ഫുഹൈർ ഉണ്ട്, അബൂബക്കറിൽ നിന്ന് അവന്റെ മൗല, പിന്നെ അള്ളാഹുവിന്റെ റസൂലുണ്ട്. 3-ൽ ഏറ്റവും ഭംഗിയുള്ള ആള്, പ്രശോഭിതനാണ്. വഅഹ്സനുഹും ഖദറ, ഏറ്റവും പിന്നെ സ്ഥാനമുള്ള വ്യക്തിയുമാണ്. ലഹു റുഫഖാഉ യഹ്ഫൂന ബി, കൂട്ടുകാർ അദ്ദേഹത്തിന്റെ അടുത്ത് ചാരിയാണുള്ളത്. ഭർത്താവിനോട് ഉമ്മു മഅബദ് റസൂലുള്ളാഹിനെ കുറിച്ച് പറയാണ്. ഇൻ ഖാല അൻസതു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചാൽ കൂടെയുള്ളവർ മൗനം ദീക്ഷിക്കും. വൈൻ അമറ തബാദറു ലി അംരിഹി, തിരുനബി കൽപ്പിക്കുകയാണ് എങ്കിൽ കൂടെയുള്ളവർ അദ്ദേഹത്തിന്റെ കൽപ്പന നിറവേറ്റാൻ വേണ്ടിയിട്ട് ധൃതി കാണിക്കും. മഹ്ശൂദുൻ മഹ്ഫൂദ്, റസൂലുള്ളാഹി മഹ്ശൂദാണ്, മഹ്ഫൂദാണ്. മഹ്ശൂദ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അനുചരന്മാർ, ആ കൂടെയുള്ളവർ റസൂലുള്ളാഹിന്റെ അടുത്തടുത്തായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സേവനം ചെയ്തുകൊണ്ട് അവർ കൂടെയുണ്ട്. പിന്നെ ഉമ്മു മഅബദിന്റെ സംസാരം റസൂലുള്ളാഹിന്റെ സ്വഭാവങ്ങളുമായി ബന്ധപ്പെട്ട് തുടരുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഉമ്മു മഅബദ് എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ഹൈമയിൽ വെച്ച് റസൂലുള്ളാഹിനെ ഹിജ്റയുടെ വേളയിൽ സ്വീകരിച്ചു. ആ സ്വീകരിച്ച സമയം ഉമ്മു മഅബദ് റസൂലുള്ളാഹിന്റെ ശാരീരികമായ സവിശേഷത ഉണർത്തിയതാണ് ഇവിടെ ഈ ലഫ്ദിൽ നമ്മൾ കേൾക്കേണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം, അതുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അബൂ മഅബദിന് ഉമ്മു മഅബദ് നൽകിയതായ വിവരങ്ങൾ. ഇസ്ലാമിക ചരിത്രത്തിൽ റസൂലുള്ളാഹിന്റെ ശരീരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും അവലംബിക്കുന്ന ഒരു റിപ്പോർട്ട് ഉമ്മു മഅബദിൻ്റെതാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഹിന്ദ് ബിൻ അബീ ഹാലയുടെയും അലിയിന്റെയും, അവര് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സഹാബികളിൽ പലരും റസൂലുള്ളാഹിന്റെ ശാരീരിക വിശേഷണങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അതിൽ ചില ഭാഗങ്ങളാണ് ഇനി ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ജാബിർ ബിൻ സമുറ പറയാണ്, കാന ഫീ സാഖൈഹി ഖുമൂശത്തുൻ വകാന ലാ യദ്ഹകു ഇല്ലാ തബസ്സുമ വകുൻതു ഇദാ നദർതു ഇലൈഹി ഖുൽതു അക്ഹല അൽ ഐനൈനി വലൈസ ബി അക്ഹൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഇരു സാക്കുകളിലും ഒരു നേർത്തതായിരുന്നു, കണങ്കാല് നേർത്തതായിരുന്നു. പുഞ്ചിരിക്കുക അല്ലാതെ റസൂലുള്ള ചിരിക്കുമായിരുന്നില്ല, പുഞ്ചിരിയായിരുന്നു ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹിനെ നോക്കിയാൽ സുറുമ എഴുതിയതുപോലെയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുറുമ എഴുതിയിരുന്നില്ല, സുറുമ ഇട്ടിട്ടില്ല, പക്ഷെ എങ്കിലും സുറുമട്ടതുപോലെയാണ്. ഉമർ പറയാണ്, വകാന മിൻ അഹ്സനി നാസി സഹറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുന്ദരനായിരുന്നു പുഞ്ചിരിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചിരി. അതേപോലെ തന്നെ അനസ് പറയാണ്, മാ മസസ്തു ഹരീറൻ വലാ ദീബാജൻ അലിയന മിൻ കഫിൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കഫ്, കൈപ്പത്തി, അതിനോളം മൃദുലമായ ഒരു പട്ട്, നേർമപ്പട്ടാകട്ടെ കട്ടിപ്പട്ടാകട്ടെ ഞാൻ സ്പർശിച്ചിട്ടേ ഇല്ല. വലാ ശമംതു റീഹൻ ഖത്തു ഔ അർഫൻ ഖത്ത്,
മിൻ റീഹി ഔ അർഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നറുമണം, അതേപോലെ തന്നെ സുഗന്ധം, അതിന് തുല്യമായ ഒരു സുഗന്ധം ഞാൻ വാസനിച്ചിട്ടേ ഇല്ല എന്നാണ് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അബൂ ജുഹൈഫ പറയാണ്, അഖത്തു ബിയദിഹി, റസൂലുള്ളാഹിന്റെ കൈ ഞാൻ പിടിച്ചു, ഫവദഅതുഹാ അലാ വജ്ഹി, ഞാൻ ആ കൈ എൻ്റെ മുഖത്ത് വെച്ചു, ഫൈദാ ഹിയ അബ്റദു മിനസ് സൽജ്, അപ്പോൾ റസൂലുള്ളാഹിന്റെ കൈ അത് മഞ്ഞിനേക്കാൾ തണുത്തതായി എനിക്ക് അനുഭവപ്പെട്ടു. വഅത്യബു റായിഹത മിനൽ മിസ്ക്, കസ്തൂരിയേക്കാൾ മണമുള്ളതായി എനിക്ക് അനുഭവപ്പെട്ടു. ഇതാണ് അബൂ ജുഹൈഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൈയിന്റെ തണുപ്പും അതിന്റെ സുഗന്ധവുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയെക്കുറിച്ചുള്ള അലിയാരുടെയും അതേപോലെ തന്നെ ഹിന്ദിന്റെയും ഹദീസിലുള്ള വർണ്ണന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ മുടി ലം യകുൻ ബിൽ ജഅദിൽ ഖതീത്, അത് ചുരുണ്ട് കൂടിയ മുടിയായിരുന്നില്ല, കട്ടിയിൽ ചുരുണ്ട മുടിയായിരുന്നില്ല. വലാ ബിസബത്, നേർത്ത് നീണ്ട മുടിയായിരുന്നില്ല. അപ്പൊ പറ്റ ചുരുണ്ട് കൂടിയതുമല്ല, കട്ടിയുള്ള നേർത്ത് നീണ്ട മുടിയായിരുന്നില്ല. കാന ജഅദൻ റജില, ചീകി ഒതുക്കിയ മുടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ. പറ്റ ചുരുണ്ടതുമല്ല, പറ്റ കോലാകൃതി നീണ്ടതുമല്ല, നേർത്തതുമല്ല. പിന്നെയോ ചീകി ഒതുക്കി നിർത്താൻ പറ്റിയ രീതിയിലുള്ള മുടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് മുടി ജൂതന്മാരുടെ സാദൃശ്യപ്പെട്ട് അവർ ചെയ്യുന്ന പോലെ തൂക്കിയിടാറായിരുന്നു പതിവ്. ഒന്നായിട്ട് ഇങ്ങനെ മൂർദാവിൽ നിന്ന് ഇങ്ങനെ തൂക്കിയിടലായിരുന്നു മുടി. കാരണം അത് ജൂതന്മാർ അങ്ങനെ ചെയ്തിരുന്നത്, തൂക്കിയിടുക. അപ്പൊ മുശ്രിക്കുകളുണ്ട്, ജൂതന്മാരുണ്ട്. അപ്പൊ മുശ്രിക്കുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എതിരായി ജൂതന്മാരെ പോലെ തൂക്കിയിടും, കാരണം അവർ വേദത്തിന്റെ ആളുകളാന്നുള്ള നിലക്ക്. പക്ഷെ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ആളുകളോടും ജൂതന്മാരോടും എതിരായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്ത് ചെയ്ത്, ഇങ്ങനെ നടുവിൽ നിന്ന് ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് മുടി ചീകിടാൻ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുടി രണ്ട് ഭാഗങ്ങളിലേക്ക് ചീകിയിടലായിരുന്നു പതിവ്. തിരുനബിയുടെ മുടിയുടെ നീളം ചില റിപ്പോർട്ടുകളിൽ അത് ചെവി കുന്നി വരെ എന്നാണ്. ചില റിവായത്തുകളിൽ ചെവിക്കുന്നിയുടെയും ഈ ചുമലിന്റെയും ഇടയിൽ വരെ എന്നാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം അത് ചുമലിൽ മുട്ടിയിരുന്നു. അപ്പം മുടി വളർത്തുന്നതിനനുസരിച്ചാണ്. ചിലപ്പോൾ അത് ചുമൽ മുട്ടുന്നത് വരെ നീട്ടിയിരുന്നു, ചിലപ്പോൾ ചുമലിന്റെയും ചെവിക്കുന്നിന്റെയും ഇടയിൽ വരെ വളർത്തി അവിടെ മുറിച്ചിരുന്നു, ചിലപ്പോൾ ചെവിക്കുന്നി വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുടി വളർത്തിയിരുന്നു. ഇത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പതിവനുസരിച്ച് അറബികൾ ചിലപ്പോൾ മുടി എന്ത് ചെയ്യും, അവർ ചുരുട്ടി നീട്ടിയിടും, മുടി വെട്ടൂല, അവരെന്ത് ചെയ്യും, മുടി ചുരുട്ടി അത് നീട്ടിയിടും. അങ്ങനെയാണ് ഉമ്മു ഹാനി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ മക്കം ഫതഹിന്റെ വേളയിൽ കണ്ടത്. റസൂലുള്ള വന്നപ്പോൾ റസൂലുള്ളാഹിക്ക് ഇങ്ങനെ ചുരുട്ടിയ രീതിയിൽ മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിട്ടത് കണ്ടിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറ്റിയെ കുറിച്ച് പറയുന്നത് ഹദീസുകളിൽ കാന വാസിഅൽ ജബീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിശാലമായ നെറ്റിത്തടമുള്ളവനായിരുന്നു. അതേപോലെ നമ്മൾ പുരികത്തെ കുറിച്ച് പറഞ്ഞു, അത് അസജ്ജായിരുന്നു, ഗൈർ ഖർൻ, നേർത്ത് നീണ്ട പുരികായിരുന്നു, അത് മുട്ടിയിരുന്നില്ല അവിടെ. ചില റിപ്പോർട്ടുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഈ പുരികങ്ങൾക്കിടയിൽ ഒരു ഞരമ്പുണ്ടായിരുന്നു എന്നാണ്. ആ ഞരമ്പ് ദേഷ്യം വന്നാൽ അത് വികസിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യം വരുമ്പോൾ ഈ ഞരമ്പ് വികസിക്കാറുണ്ടായിരുന്നു എന്നാണ്. അതിങ്ങനെ പിന്നെ ഓൻ്റെ ഞരമ്പ് പിടച്ച കണ്ടില്ലായിരുന്നേ, അതേപോലെ ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ എത്ര സൂക്ഷ്മമായിട്ടാണ് സഹാബികൾ അവരുടെ മനസ്സിന്റെ ക്യാൻവാസിൽ പകർത്തിയത് എന്ന് മനസ്സിലാക്കാനാണ്. മനസ്സിലായി, പുരികം അതെങ്ങനെയായിരുന്നു, അതിവിടെ മുട്ടിയിരുന്നു. മാത്രമല്ല അവിടെ രണ്ട് പുരികങ്ങൾ സംഘം പിടിക്കുന്നിടത്ത് ഒരു ഞരമ്പുണ്ടായിരുന്നു. തിരുനബി ദേഷ്യപ്പെടുമ്പോൾ അത് തുടുത്ത് കാണുമായിരുന്നു എന്നാണ് ഇവിടെ സഹാബികൾ ഉണർത്തുന്നത്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ കൺപുരികങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഞാൻ പറഞ്ഞു അത് അത്ഫുൽ അഷ്ഫാർ ആയിരുന്നു. ചില റിപ്പോർട്ടുകളിൽ ഖത്ഫുൽ അഷ്ഫാർ ആയിരുന്നു. അത്ഫ് എന്ന് പറഞ്ഞാൽ ഈ പുരികങ്ങൾ വളർന്നു വളഞ്ഞത്. ഖത്ഫ് എന്ന് പറഞ്ഞാൽ നീണ്ടത്.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺപുരികങ്ങൾ നീണ്ടതായിരുന്നു, അത് നീണ്ടു വളഞ്ഞതായിരുന്നു എന്നാണ് ഹദീസുകളിൽ ഉണർത്തുന്നത്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ചിലെ രോമങ്ങളെ കുറിച്ച് പറയാണ്. എന്താണ്? കാന ദഖീഖൽ മസ്ബറ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഖീഖുൽ മസ്ബറത്തായിരുന്നു. ദഖീഖുൽ മസ്ബറ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ നെഞ്ചിലോ വയറ്റിലോ രോമങ്ങൾ ഉണ്ടായിരുന്നില്ല, പ്രത്യുത ഒരു നിരയായിരുന്നു എന്നാണ്. നെഞ്ചിൽ നിന്ന് പൊക്കിളിന്റെ അടിവരേക്കും ഒരു നീണ്ട വര പോലെ രോമങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. നെഞ്ചിലോ വയറ്റിലോ രോമങ്ങൾ ഉണ്ടായിരുന്നില്ല, അതിനാണ് മസ്ബറ എന്ന് പറയാ. ദഖീഖുൽ മസ്ബറയായിരുന്നു എന്നാണ്, നേർത്ത വര പോലെയായിരുന്നു ആ രോമങ്ങൾ എന്നാണ് ഹദീസുകളിലുള്ളത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ നെഞ്ചിലുള്ള രോമത്തെ കുറിച്ച് സഹാബികൾ ഉണർത്തിയതാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന അരീള മാ ബൈനൽ മൻകിബൈനി എന്നാണ്. റസൂലുള്ളാഹി രണ്ട് ചുമലുകൾക്കിടയിൽ അരീളായിരുന്നു പറഞ്ഞാൽ വീതി ഉള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നല്ല വീതിയുള്ള ബോഡി ഷേപ്പ്, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്. അതിൽ നെഞ്ചും വയറും ഒന്നൊന്നിനേക്കാൾ ഉയർന്നു നിന്നിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ആ നെഞ്ചും വയറും ഒരേപോലെയായിരുന്നു എന്നർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുടവയറുണ്ടായിരുന്നില്ല. തിരുനബിയുടെ നെഞ്ചിന്റെ ഉയരം അതെത്രയാണ് അത്ര തന്നെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയറും. അതുകൊണ്ടാണ് സവാഅനി സദരി വൽ ബത്ൻ, വയറും നെഞ്ചും ഒരേപോലെ തുല്യമായിട്ടായിരുന്നു എന്നാണ് ഉള്ളത്. ഇതേപോലെ സഹാബികൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലിനെ കുറിച്ച്, കാന ബഹ്മൽ കറാദീസ്. ബഹ്മൽ കറാദീസ്, കറാദീസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ വലിയ എല്ലുകളാണ്. ഇപ്പൊ മുട്ടെല്ല്, അതേപോലെ തോളെല്ല്, ഇങ്ങനത്തെ എല്ലുകൾ ഉണ്ടല്ലോ, അത് വലിയ എല്ലായിരുന്നു എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ആരോഗ്യവാനാണ് എന്നതിന്റെ ഉദാഹരണമാണ്, അതിന്റെ ആ ഒരു വർണ്ണനയാണ് ഇവിടെ ആ എല്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയും അതേപോലെ തന്നെ മുടിയുമായി ബന്ധപ്പെട്ട് സഹാബികൾ ഉണർത്തിയത് പ്രത്യേകം ശ്രദ്ധേയമാണ്. എന്താ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയെ കുറിച്ച് പറയുന്നത് കാന കസ്സൽ ലിഹ്യ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിങ്ങിയ താടിയുള്ള വ്യക്തിയായിരുന്നു എന്നാണ്. അത് ചില സഹാബികൾ അതിന് നീളം പറഞ്ഞിട്ടുണ്ട്. ഒരു പിടി നീളമായിരുന്നു ആ താടിക്കുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയിൽ നരച്ചതിനെ കുറിച്ച് പറയുന്നത് കാന ഫി അൻഫഖതിഹി ഷാറാത്തുൻ ബീദ്. റസൂലുള്ളാഹിന്റെ അംഫഖ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ കീഴ്ചുണ്ടിന് താഴെയുള്ള ഈ സ്ഥലമാണ്, അതിനാണ് അംഫഖ എന്ന് പറയാ. ഇവിടെ ഏതാനും മുടികൾ നരച്ചിരുന്നു എന്നാണ്. ഇവിടെ മാത്രം, താടിയിൽ നരല്ല, ഇവിടെ മാത്രം. പിന്നെ മുടിയെ കുറിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹിന്റെ ഈ നെറുകയിൽ ചില മുടികൾ നരച്ചിരുന്നു, പക്ഷെ എണ്ണ തേച്ചാൽ ആ നര പോകുമായിരുന്നു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നേരിയ നരയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. സഹാബികളിൽ ചിലർ പറയുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുമ്പോൾ 20 മുടിയിലേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് നരച്ചിരുന്നില്ല എന്നാണ്. അപ്പൊ 20 മുടിക്ക് താഴെ മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയിൽ അതേപോലെ തന്നെ തലയിൽ നരയായിട്ടുണ്ടായിരുന്നത്. താടിയിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഈ ഭാഗമാണ്, അതായത് കീഴ്ചുണ്ടിന് താഴെയുള്ള ഈ സ്ഥലത്തായിരുന്നു ആ നര ഉണ്ടായിരുന്നത് എന്നാണ് ഹദീസുകളിലുള്ളത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താ? തിരുനബിക്ക് തിങ്ങിയ താടിയായിരുന്നു. ആ താടി ഒരു പിടി താടിയായിരുന്നു. ഒരു പിടി പിടിച്ചാൽ എത്ര ഉണ്ടോ ആ താടിയായിരുന്നു എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക വിശേഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൽ നമ്മളോടൊരു കൽപ്പന ഉണ്ട്. റസൂലുള്ള താടി വെക്കുക മാത്രമല്ല ചെയ്തത്, റസൂലുള്ള പ്രാവർത്തികമാക്കിയ സുന്നത്ത് എന്നതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച സുന്നത്താണ് താടി വെക്കൽ. നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഉത്റുകുൽ ലിഹ, നിങ്ങൾ താടിയെ വിട്ടേക്കണം. അതേപോലെ തന്നെ ചില റിപ്പോർട്ടുകളിൽ വഫിറുൽ ലിഹ, താടി നിങ്ങൾ സമൃദ്ധമായിട്ട് വളർത്തണം. അതേപോലെ തന്നെ ആഫുൽ ലിഹ, അതേപോലെ മറ്റൊരു റിപ്പോർട്ടിൽ അർഹുൽ ലിഹ, താടിയെ നിങ്ങൾ തൂക്കി വളർത്തണം.
അർഹു. അതേപോലെ റിപ്പോർട്ടിൽ കാണാം അർജു അല്ലിഹ. അർജു ലിഹ എന്ന് പറഞ്ഞാൽ താടി വെട്ടാതെ വിടാനാണ്. അപ്പോ വഫിറു, ഔഫു, അർഹു, ഉത്റുകു, അർജു, പിന്നെ ഊഫു തുടങ്ങിയ കൽപ്പനകൾ, 6-7 കൽപ്പനകൾ വിവിധ അറബി പദങ്ങളിൽ ശൈലികളിലാണ് റസൂലുള്ള താടി വെക്കാൻ നമ്മളോട് കൽപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് അറബി സാഹിത്യത്തിലെ നല്ല സുന്ദരമായ പ്രയോഗങ്ങളാണ് കൽപ്പനയിൽ. നോക്കൂ നിങ്ങൾ, ഉത്റുകു, അർഹു, വഫിറു, ആഫു, ഊഫു, അർജു, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ താടി വെക്കണം എന്നത് കൽപ്പിച്ചുകൊണ്ട് വിവിധ പ്രയോഗങ്ങൾ നടത്തിയതാണ്. അറബി ഭാഷയിൽ വളർത്തിവിടാനും തൂക്കിയിടാനും ഒക്കെ ഉള്ള കൽപ്പനകളെല്ലാം ഇത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾ അവർ താടി വടിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അത് ഫുഖഹാക്കൾ അത് നിഷിദ്ധമാണ് എന്ന് വിധിച്ചിട്ടുണ്ട്. താടി വടിക്കാൻ പാടുള്ളതല്ല, അത് തെറ്റാണ്. ഒരാൾ നിത്യമായി ചെയ്യുന്ന കുറ്റാണ് താടി വടിക്കുക എന്നുള്ളത്. താടി വെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്. ഒരു പിടിയായാൽ വെട്ടാം എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ താടി ഒരു പിടിയായിരുന്നു. ചിലര് പറഞ്ഞു ഒരു പിടിയല്ല, അതിന്റെ മുകളിൽ വെട്ടിയിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ല, കാരണം പിന്നെ താടി വടിക്കുന്നതിനാണ് വിരോധമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടി വെക്കാനുള്ള കൽപ്പന ഉദ്ധരിച്ച സഹാബികളിൽ ചിലർ താടി വെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും താടി വടിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെതിരാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനക്കും എതിരാണ്. താടി വളർത്തുകയാണ് വേണ്ടത്. വെട്ടണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ തന്നെ പലരും പറഞ്ഞത് താടി വളർത്തി വിടലാണ്, ഒരിക്കലും വെട്ടാതെ വളർത്തലാണ് ഏറ്റവും അഭികാമ്യം, അതാണ് ഏറ്റവും പൂർണ്ണത. അതേസമയം താടി വടിക്കുന്നത് അത് പച്ചയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹദീസിനോടുള്ള തിരുചര്യയോടുള്ള എതിര് പ്രവർത്തിക്കലാണ് എന്നുള്ളതാണ്. അത് നമ്മൾ ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ശാരീരിക വിശേഷണങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രവൃത്തി അത് കേവലം റസൂലുള്ളാഹി ചെയ്തു, അത് നൈസർഗിക പ്രവൃത്തി, ജിബില്ലിയായ പ്രവൃത്തി, നൈസർഗിക പ്രവൃത്തികളിൽ കേവലം റസൂലുള്ളാഹി ചെയ്തതുകൊണ്ട് നമുക്കത് ബാധകമാകണില്ല. പക്ഷെ പ്രവാചകന്റെ ആ പ്രവൃത്തിക്കപ്പുറം റസൂലുള്ളാഹി ഒരു കൽപ്പന കൊണ്ട് അത് നമുക്ക് കൂടി ബാധകമാക്കിയാൽ നമ്മളത് ചെയ്യൽ നിർബന്ധമാണ്. അല്ല, നമ്മളത് ചെയ്യൽ അത് മതപരമായി ബാധ്യതയായി. അതുകൊണ്ട് കേവലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുടി വളർത്തി, നമ്മൾ കേട്ടു, ചെവിക്കുന്നി വരെ, ചില സമയങ്ങളിൽ ചെവിക്കുന്നിയുടെയും പെരടിയുടെയും ഇട വരെ, ചില സന്ദർഭങ്ങളിൽ പെരടിയിൽ മുട്ടുന്നത് വരെ, അങ്ങനെ മുടി വളർത്തൽ നമുക്ക് സുന്നത്താ? റസൂൽ അങ്ങനെ ചെയ്തു എന്നതിന്റെ പേരിൽ നമുക്കത് സുന്നത്തല്ല. എന്തുകൊണ്ട്? അത്തരം പ്രവൃത്തികളിൽ കേവലം റസൂലുള്ളാഹിന്റെ പ്രവൃത്തി പോരാ, പിന്നെയോ പ്രവൃത്തിക്കൊപ്പം റസൂലുള്ളാഹിന്റെ കൽപ്പന കൂടി ഉണ്ടായാൽ നമുക്ക് സുന്നത്തായി, ബാധകായി. താടിയുടെ വിഷയത്തിൽ ഈ മുടി വളർത്തുന്നത് പോലെയല്ല. താടിയുടെ വിഷയത്തിൽ റസൂലുള്ളാഹി താടി വളർത്തുകയും റസൂലുള്ളാഹി നമ്മളോട് കൽപ്പിക്കുകയും ചെയ്തു, നിങ്ങൾ താടി വളർത്തണം. പിന്നെ റസൂലുള്ളാഹി നമ്മളോട് വിലക്കി, ജൂതന്മാരാണ് താടി വടിക്കുക വെട്ടുക, നിങ്ങൾ ജൂതന്മാരോട് എതിരാകണം. അതേപോലെ മുശ്രിക്കീങ്ങളോട് നിങ്ങൾ എതിരാവണം, അവരാണ് വടിക്കലും വെട്ടലും എന്ന് പറഞ്ഞ്. അപ്പൊ നമ്മൾ ഈ സുന്നത്തിനെ പ്രാവർത്തികമാക്കൽ അനിവാര്യമാണ്. റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് നമ്മൾ ഒരു അവഗണന മനസ്ഥിതി നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇത് റസൂലുള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കേവലം ചരിത്രം ഇങ്ങനെ വായിച്ചു പോകുക എന്നോ ചരിത്രം കേട്ടു പോകുക എന്നുള്ളതല്ല, പിന്നെയോ ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിലെ പാഠങ്ങൾ കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രത്യേകം ഇവിടെ ഉണർത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങളെ കുറിച്ച് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി ചെരുപ്പ് തുന്നാണ്. അപ്പൊ ആയിഷമ്മ വസ്ത്രം നെയ്യാണ്. റസൂലുള്ളാഹി തന്റെ ചെരുപ്പ് തുന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിന്റെ മേത്ത് വേർപ്പ് പൊടിഞ്ഞിട്ടുണ്ട്. ആയിഷമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കിയിട്ട് പറഞ്ഞത്, വല്ലാഹി ലൗ റആക അബൂ കബീറിൽ ഹുദലി ലഅലിമ അന്നക അഹഖു ബിശഅരിഹി മിൻ ഗൈരിക്. അബൂ കബീറിൽ ഹുദലി, അയാളൊരു കവിയാണ്, അയാളുടെ കാവ്യങ്ങളൊക്കെ വർണ്ണനയാണ്. അപ്പൊ ആയിഷമ്മ പറയാണ്, റസൂലെ നിങ്ങളെ
അബൂ കബീറിനുൽ ഹുദലി കണ്ടിരുന്നുവെങ്കിൽ അയാളുടെ വർണ്ണനയുടെ കവിതകളൊക്കെ നിങ്ങളെക്കുറിച്ച് ആക്കുമായിരുന്നു. ഒരിക്കൽ അബൂ കബീറിനുൽ ഹുദലി പറഞ്ഞു, വഇദാ നദർത ഇലാ അസ്റതി വജ്ഹിഹി ബറഖത് കബർഖിൽ ആരിദിൽ മുതഹല്ലിലി. നിങ്ങളുടെ മുഖകവചത്തിലേക്ക് നോക്കുകയാണ് എങ്കിൽ ആ മുഖകവചത്തിന്റെ ഭംഗി മഴ പെയ്യുമ്പോൾ മിന്നൽ പിണറുണ്ടായാൽ എത്ര വെട്ടുണ്ടാകും അതേപോലെ വെട്ടമുള്ളതാണ് എന്നാണ് ആയിഷ റളിയല്ലാഹു തആല പറയുന്നത്. അപ്പൊ റസൂലുള്ളാന്റെ ആ മുഖകാന്തിയും മുഖഭംഗിയും പറയാണ്, നിങ്ങൾ എങ്ങനെ മുഖകാന്തി ഉള്ളവനാണ്? മഴ പെയ്യുന്ന സന്ദർഭത്തിൽ ഒരു മിന്നൽ പിണറുണ്ടായാൽ ഉണ്ടാകുന്ന വെട്ടം അതുപോലെയാണ് നിങ്ങൾ എന്നാണ് പറയുന്നത്. ഇതേപോലെ റുബയ്യ ബിൻത് മുഅവ്വിദ് പറയാണ്, അവരോട് ചോദിക്കപ്പെട്ടു, സിഫീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് വർണ്ണിച്ചു തരണം. അപ്പൊ റുബയ്യ ബിൻത് മുഅവ്വിദ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ലൗ റഅയ്തഹു ലറഅയ്ത ശംസ താലിഅതൻ ലൗ റഅയ്തഹു, നീ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിരുന്നുവെങ്കിൽ ലറഅയ്ത ശംസ താലിഅതൻ, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് നിനക്ക് കാണാമായിരുന്നു എന്നാണ്. സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ പ്രൗഢോജ്വലമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നാണ്. ബർറാ ബിൻ ആസിമിനോട് ചോദിച്ചു, അകാന വജ്ഹു റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിസ്ല സൈഫ്, റസൂലുള്ളാഹിന്റെ തിരുമുഖം അത് വാളുപോലെ വെട്ടിത്തിളങ്ങുന്നതായിരുന്നോ? വാളുപോലെ വെട്ടിത്തിളങ്ങുന്നതായിരുന്നോ? അപ്പോൾ ബർറാ ബിൻ ആസിം പറയുകയാണ്, ലാ ബൽ മിസ്ലൽ ഖമർ, വാളുപോലെ വെട്ടിത്തിളങ്ങുന്നതായിരുന്നില്ല, ചന്ദ്രനെ പോലെ പ്രകാശം പൊഴിക്കുന്നതായിരുന്നു എന്നാണ് ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല പറയുകയുണ്ടായത്. അപ്പൊ റസൂലുള്ളാഹിന്റെ മുഖത്തിന്റെ വർണ്ണന പറയാണ്, അത് വാളുപോലെ വെട്ടിത്തിളങ്ങുന്നതായിരുന്നില്ല, ചന്ദ്രനെ പോലെ പ്രഭ ചൊരിയുന്നതായിരുന്നു എന്ന് ബർറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു. ജാബിർ ഇബ്നു സമുറ പറയാണ്, ഒരിക്കൽ ഒരു പൗർണമി രാവിൽ ഞാൻ പുറപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒരു ചുവന്ന വസ്ത്രത്തിൽ വരുന്നത് ഞാൻ കണ്ടു. അൻദുറു ഇലൽ ഖമരി വ അൻദുറു ഇലാ റസൂലില്ലാഹ് ഫലഹു ഇൻദി അജ്മലു മിനൽ ഖമർ. ആ പൗർണമി രാവിൽ ഞാൻ റസൂലുള്ളാഹിയെ നോക്കും, പൂർണ്ണചന്ദ്രനെയും നോക്കും. അപ്പോൾ പൂർണ്ണചന്ദ്രനേക്കാൾ സൗന്ദര്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളിലായിരുന്നു എന്നാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണ്, അബൂ തുഫൈൽ കാന അബിയത് മലീഹൽ വജ്ഹ് മുഖസ്സദ എന്നാണ്. തിരുനബി വെളുത്ത ശരീര പ്രകൃതവാനായിരുന്നു, തുടുത്ത മുഖമുള്ളവനായിരുന്നു, അതുപോലെ മുഖസ്സദൻ ഒത്ത മനുഷ്യനുമായിരുന്നു എന്നാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്നത് തിരുനബി അബിയമായിരുന്നു, വെളുത്ത ആളായിരുന്നു. വെളുത്തത് എന്ന് പറഞ്ഞാൽ ചില റിപ്പോർട്ടുകളിൽ കാണാം ലൈസ ബി അഹ്മഖ് എന്നാണ്, എന്ന് പറഞ്ഞാൽ കടും വെളുപ്പല്ല. പിന്നെയോ മുശ്രിബൻ ഹുംറത്തൻ എന്നാണ്, ചുവപ്പ് കലർന്ന വെളുപ്പ് എന്നാണ്, ചുവപ്പ് കലർന്ന വെളുപ്പ് എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ശാരീരിക പ്രകൃതിയായിരുന്നു എന്നാണ്. അത് ചില റിപ്പോർട്ടുകളിൽ അബിയൽ എന്ന് പറയാൻ കാരണം ശരീരാവയവങ്ങളിൽ കാറ്റും വെയിലും തട്ടാത്ത സ്ഥലത്തായിരുന്നു ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം. ഇപ്പം മുഖം, അതേപോലെ തന്നെ കൈ, പത്തി, കാൽ ഭാഗങ്ങളൊക്കെ ആ കളറായിരുന്നു. അതേസമയം റസൂലുള്ളാഹി എപ്പോഴും കാറ്റ് തട്ടാത്ത വെയിൽ തട്ടാത്ത സ്ഥലങ്ങളിൽ വെളുത്ത ഭൂമേനിയായിരുന്നു. അതുകൊണ്ടാണ് ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തപ്പോൾ കൈ വിടർത്തി, അപ്പോൾ റസൂലുള്ളാഹിന്റെ കക്ഷത്തിലെ വെള്ള കണ്ടു എന്നാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി ദുആ ചെയ്തു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പാർശ്വഭാഗത്തിലുള്ള വെള്ള ഞങ്ങൾ കാണുകയുണ്ടായി എന്നാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമേനി അത് വെളുത്തതായിരുന്നു, ചുവപ്പ് കലർന്ന വെളുപ്പ്. സാധാരണ കാറ്റും വെയിലൊക്കെ തട്ടുന്ന ഭാഗങ്ങൾ അങ്ങനെയായിരുന്നു. എന്നാൽ അതില്ലാത്ത സ്ഥലങ്ങളിൽ വെളുത്ത മേനിയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തങ്ങളുടേത് എന്നാണ് പിന്നെ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ഇതേപോലെ കാന വജുഹു മുസ്തദീറൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുഖം അത് വൃത്താകൃതിയിലായിരുന്നു എന്നും മറ്റുമൊക്കെ ഹദീസുകളിൽ വന്നത് കാണുവാൻ സാധിക്കും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ
ശരീരത്തിന്റെ വിശേഷണങ്ങളാണ് ഇവിടെ ചിലത് നമ്മൾ കേൾക്കുകയുണ്ടായത്. തിരുനബിയുടെ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷ്മമായി നോക്കി നിരീക്ഷിച്ച് തിരുനബിയുടെ ശാരീരിക വിശേഷണങ്ങൾ, സ്വഭാവ വിശേഷണങ്ങളെ ഉദ്ധരിച്ചതുപോലെ തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവങ്ങൾ, പ്രവൃത്തികൾ, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക വിശേഷണങ്ങൾ, ഇതെല്ലാം തിരുനബിയുടെ ശിഷ്യന്മാർ സൂക്ഷ്മമായി നമുക്ക് ഉദ്ധരിച്ചു തന്നിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാത്രം സവിശേഷതയുമാണ് ഇപ്രകാരം തിരുജീവിതം പിൽക്കാലത്തേക്ക് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ തിരുനബിയുടെ മക്ക കാലഘട്ടം, നുബുവത്തുമായി ബന്ധപ്പെട്ടുള്ള മക്ക കാലഘട്ടം, അതാണ് ഇനി നമ്മൾ നാളെ സംസാരിക്കുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.